പഠിക്കുന്നത് ആൽക്കഹോളുകൾ ഫോസ്ഫറസ് ട്രൈഹാലൈഡുകളുമായിട്ടുള്ള റിയാക്ഷനാണ്. ഫോസ്ഫറസ് ട്രൈഹാലൈഡ് ഫോസ്ഫറസിൻ്റെയും ഹാലജൻ്റെയും കോമ്പൗണ്ടുകളാണ് ഫോസ്ഫറസ് ട്രൈഹാലൈഡ്സ്. ഇവിടെ ആൽക്കഹോൾസ് ഫോസ്ഫറസ് ട്രൈഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ജനറലി പറയുകയാണെങ്കിൽ ആൽക്കഹോൾസ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈഹാലൈഡ് ആൻഡ് ഫോം കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെ ചില എക്സാമ്പിൾസ് നോക്കാം. അതിനായിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ആൽക്കഹോൾ ദാറ്റ് ഈസ് ROH കൺസിഡർ ചെയ്യുന്നു. ROH എന്ന ആൽക്കഹോൾ ഫോസ്ഫറസിൻ്റെ ട്രൈക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു, PCl3. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ROH അതായത് കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും ഈ R ഗ്രൂപ്പ് PCl3യിലെ ഹാലജനുമായിട്ട് ചേർന്നുകൊണ്ട് RCl എന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് H3PO3 അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് H3PO3 ഉണ്ടാകുന്നത്. മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. PCl3 എന്ന് പറയുന്ന ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോസ്ഫറസ് ട്രൈഹാലൈഡിന് എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ മറ്റ് ചില ഫോസ്ഫറസ് ട്രൈഹാലൈഡുകളായിട്ടുള്ള PBr3, PI3 പോലെയുള്ളവ ആൽക്കഹോളുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് നോക്കൂ. ഇവിടെ PBr3 എന്ന ഫോസ്ഫറസ് ട്രൈബ്രോമൈഡ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കറസ്പോണ്ടിങ് ആൽക്കൈൽ ബ്രോമൈഡ് ഉണ്ടാകുന്നു. ഇതേ സെയിം മാനറിൽ തന്നെയാണ് ആൽക്കഹോളുകൾ PI3 അല്ലെങ്കിൽ ഫോസ്ഫറസ് ട്രൈ അയഡൈഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ഫോസ്ഫറസ് ട്രൈ അയഡൈഡ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളിൻ്റെ കാർബൺ ഓക്സിജൻ ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാം. ആൽക്കഹോൾസ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈഹാലൈഡ് ആൻഡ് ഫോം കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് H3PO3 ആസ് എ ബൈ പ്രോഡക്റ്റ്.